അടിസ്ഥാനവാദമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെയ്ത കാര്യമേ ചെയ്യാൻ പാടുള്ളൂ, അല്ലാത്ത പുതിയ കാര്യങ്ങൾ മറ്റുള്ള കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല എന്നത് നിങ്ങളുടെ അടിസ്ഥാനവാദമാണ്. എന്റെ ചോദ്യം, നിങ്ങൾ കഴിഞ്ഞ ആഴ്ച ഖുത്ബക്ക് പള്ളി ജുമുഅക്ക് ഖുത്ബ ഓതിയിട്ടുണ്ടെങ്കിൽ, അതല്ലെങ്കിൽ നിങ്ങളെ സ്റ്റേജിലിരിക്കുന്ന പല മൗലവിമാരും ഖതീബുമാരാണ്. ഈ നിൽക്കുന്ന മൗലവി തന്നെ കഴിഞ്ഞ ആഴ്ച ഖുത്ബ ഓതി. ഈ ഖുത്ബയിൽ നിങ്ങൾ ചൊല്ലിയ സ്വലാത്ത്, ആ ചൊല്ലിയ സ്വലാത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച സ്വലാത്ത് ആണോ? നിങ്ങൾ ചെല്ലുന്ന വിഷയത്തിൽ നിങ്ങൾക്ക് ഏത് സ്വലാത്തും ചെല്ലാം, നിങ്ങൾക്ക് എന്തും പറയാം. നിങ്ങൾ ചെയ്യുന്ന വിഷയത്തിന് റസൂൽ ചെയ്തിട്ടുണ്ടോ, ഹബീബ് ചെയ്തിട്ടുണ്ടോ, പ്രവാചകർ ചെയ്തിട്ടുണ്ടോ എന്ന ചോദ്യത്തിന് വിലയില്ല. അതേസമയത്ത് സുന്നികൾ മൗലിദാഘോഷിക്കുമ്പോൾ, നബിദിനാഘോഷം ആഘോഷിക്കുമ്പോൾ നിങ്ങൾ അതിന് കവലകൾ കെട്ടി ഈ രൂപത്തിൽ മുഖാമുഖം സംഘടിപ്പിക്കുന്നു. ഇതിന്റെ ഇടയിലുള്ള വ്യത്യാസം ഞങ്ങൾക്ക് അറിയേണ്ടതുണ്ട്. നിങ്ങൾ ചെയ്യുന്ന വിഷയത്തിന് ഹബീബ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെയ്തിട്ടുണ്ടോ ഇല്ലേ? നിങ്ങൾ ചൊല്ലിയ സ്വലാത്ത്, ആ സ്വലാത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചൊല്ലിയിട്ടുണ്ടോ ഇല്ലേ? അതിനെ സംബന്ധിച്ചൊന്നും വഹാബികൾക്ക് ചോദിക്കാനില്ല, മൗലവിമാർക്ക് പറയാനില്ല, അതിനെ സംബന്ധിച്ച് യാതൊരു ചർച്ചയുമില്ല. അതേസമയത്ത് സുന്നികൾ ഏതെങ്കിലും സ്വലാത്ത് ചൊല്ലുമ്പോൾ, മൗലിദ് സംഘടിപ്പിക്കുമ്പോൾ, നബിദിനാഘോഷം സംഘടിപ്പിക്കുമ്പോൾ അതിനെ നിങ്ങൾ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെയ്തിട്ടുണ്ടോ ഇല്ലേ എന്ന് ചോദിക്കുന്നു. എന്താണ് ഇതിന്റെ ഇടയിലുള്ള മാനദണ്ഡം എന്നാണ് ഞങ്ങൾക്ക് അറിയേണ്ടത്. അൽഹംദുലില്ലാഹ്. അപ്പൊ ഏറി വന്നപ്പോ രണ്ട് കാര്യം തെളിയും. ഞങ്ങൾ സ്വലാത്ത് നബി പഠിപ്പിച്ചിട്ടില്ല, നിങ്ങളെ മൗലിദ് നബി പഠിപ്പിച്ചിട്ടില്ല. ഇതിലിപ്പോ തെളിയാൻ പോണത്, ഇതാണിപ്പോ തെളിയാൻ പോണത്. അപ്പൊ നിങ്ങൾക്ക് നബി ചെയ്യാത്ത നിങ്ങൾക്ക് ചെയ്യാം, ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റൂലേ എന്നാണ് ഇപ്പൊ വിഷയം. അപ്പൊ നിങ്ങൾ ചെയ്ത ഏതായാലും നബി ചെയ്യാത്തതാണ്, ഞങ്ങൾ ചെയ്തത് നബി ചെയ്തതാണ്, ചെയ്യാൻ പഠിപ്പിച്ചതാണ്. അല്ലാത്ത ഒന്ന് ചെയ്യുന്നുണ്ടോ എവിടെ ചൂണ്ടിക്കാണിച്ചോ ഇൻഷാ അല്ലാഹ് തിരുത്തും. പക്ഷെ ഞങ്ങളുടെ ഖുത്ബയിൽ ചോദ്യം മാത്രമേ, ഉത്തരം ശ്രദ്ധിക്കും. മുസ്തേരെ ഉത്തരം ശ്രദ്ധിക്കും. അല്ല അത് പോരാ, ഉത്തരം ശ്രദ്ധിക്കണം, ചോദിക്കാൻ മാത്രം പോരാ. കഴിഞ്ഞ വെള്ളിയാഴ്ച ഞങ്ങൾ ആരുടെയും സദസ്സിൽ നിങ്ങളെ കണ്ടിട്ടില്ല. അതുകൊണ്ട് ഞങ്ങൾ ചൊല്ലിയ സ്വലാത്ത് ഏതാണ് എന്ന് നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലായി? അല്ലാഹു അഅലം. എന്റെ ഖുത്ബയിൽ ഞാൻ ചൊല്ലിയ സ്വലാത്ത് എന്റെ ഹബീബ് പഠിപ്പിച്ച സ്വലാത്ത് തന്നെയാണ്, സംശയവുമില്ല. കഴിഞ്ഞ വെള്ളിയാഴ്ച എന്റെ ഖുത്ബയിൽ ഞങ്ങളൊക്കെ ചൊല്ലിയ സ്വലാത്ത് അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദിൻ കമാ സ്വല്ലൈത അലാ ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിം ഇന്നക ഹമീദും മജീദ് എന്ന സ്വലാത്ത് അത് ഹബീബ് തങ്ങൾ പഠിപ്പിച്ചു തന്നെയാണ്. ഇനി പഠിപ്പിക്കാത്ത സ്വലാത്തും ചൊല്ലാം, ഒരു പ്രശ്നവുമില്ല. അല്ലാഹു അക്ബർ, ഒരു സംശയമില്ല. അടുത്തിനും തക്ബീർ ചൊല്ലാം, അടുത്തത് പറയുമ്പോഴും ഈ തക്ബീർ വേണം. അപ്പൊ അല്ലാഹു അബൂബക്കർ എന്ന് പറയരുത്. അപ്പൊ നബി തങ്ങൾ പഠിപ്പിക്കാത്ത സ്വലാത്തും ചൊല്ലാം, പക്ഷേ നാരിയാ സ്വലാത്ത് പറ്റില്ല, കമാലിയാ സ്വലാത്ത് പറ്റില്ല, താജ് സ്വലാത്ത് പറ്റില്ല. എന്തുകൊണ്ട്? ആ സ്വലാത്തിന് പ്രത്യേക രീതിയും പ്രത്യേക എണ്ണവും പ്രത്യേക പ്രതിഫലവും നിങ്ങൾ പഠിപ്പിക്കുന്നു. അവിടെ ബിദ്അത്തായി മാറുന്നു. അതാണ് ഇസ്ലാമിന്റെ അടിസ്ഥാനം. കുറച്ചൊക്കെ കേൾക്കി, ഇങ്ങനെയൊക്കെ വയത് കേൾക്കുള്ളൂ. അതാണ് ബിദ്അത്തിന്റെ അടിസ്ഥാനം. നബി തങ്ങൾ പ്രത്യേകമായി പഠിപ്പിച്ചത് പ്രത്യേകമായി ചെയ്യുക, നബി പൊതുവായി പഠിപ്പിച്ചത് പൊതുവായി ചെയ്യുക. നബി പൊതുവായി പഠിപ്പിച്ചതിൽ നമ്മുടെ വക സവിശേഷത കൽപ്പിക്കാൻ പാടില്ല. നാരിയാ സ്വലാത്തിൽ അത് വെച്ചു, അവിടെയാണ് പ്രശ്നം. നാരിയാ സ്വലാത്തിനെ പറ്റി പറഞ്ഞത് എന്താണ്? നാരിയാ സ്വലാത്ത് മുടങ്ങാതെ 11 ഓതിയാൽ ഇത് നിത്യവും ചൊരിക്കുന്നതാണ് റിസ്ഖവന് ഭൂവനം വാനവും. സുബ്ഹിക്ക് ശേഷം ആയിരിക്കൽ വേണ്ടതാ എന്നുള്ള നിയമം ഓർത്തവൻ ചൊല്ലേണ്ടതാ. ദിവസവും 11 പ്രാവശ്യം സുബ്ഹിക്ക് ശേഷം ചൊല്ലിയാൽ ആകാശഭൂമികൾ റിസ്ക് ചൊരിഞ്ഞു കൊടുക്കും. ഇത് പറയാൻ അള്ളാഹുവിനോ അവന്റെ റസൂലിനോ മാത്രമേ അധികാരമുള്ളൂ. അവിടെ അങ്ങോട്ട് 11 വിട്ടാ പിന്നെ 44, പിന്നെ 100, പിന്നെ 333, 444, പിന്നെ 1000, അവസാനം അതിന്റെ ഇന്തിഹാ 4000 വേണ്ടുന്നതാ. 440 4 ചേർന്നതാ. ഈ അതത് മുഴുവൻ ഓതിയാൽ ക്ഷണം തന്നെ ഏതൊരു അസീറും സാധ്യമായി വരും പൊന്നേ. അവസാന എണ്ണം 4444. അത് ചൊല്ലിയാൽ ഏത് പ്രയാസമുള്ള കാര്യവും അതോടുകൂടി എളുപ്പമായി കിട്ടും. ഇത് എവിടുന്ന് കിട്ടി? അവിടെയാണ് പ്രശ്നം. അത് പറയാൻ വയത് കേൾക്കി, കുറച്ച് കേൾക്കി. അല്ല വയത് പറയാൻ തന്നെയാണ്. നിങ്ങൾ ഇരുത്തി വയത് പറയാൻ വലിയ പൂതിയുണ്ട്, അതുകൊണ്ടാണ്. അപ്പൊ നബിതങ്ങൾ പഠിപ്പിക്കാത്ത ഒരു എണ്ണം, നബിതങ്ങൾ പഠിപ്പിക്കാത്തൊരു വണ്ണം, നബിതങ്ങൾ പഠിപ്പിക്കാത്തൊരു രീതി, നബിതങ്ങൾ പഠിപ്പിക്കാത്ത ഒരു പ്രതിഫലം വാഗ്ദാനം ചെയ്യുമ്പോൾ അത് ബിദ്അത്തായി മാറുന്നു. അതേസമയം സ്വലാത്ത് എന്ന പൊതു അർത്ഥത്തിൽ ആ ആശയം കിട്ടുന്ന ഏതുമാകാം, ഒരു പ്രശ്നവുമില്ല. അപ്പൊ നാരിയാ സ്വലാത്തും നിങ്ങൾ ഇരിക്കേ
യെസ്, അതെ ഉസ്താദ്, നിങ്ങൾക്കിതൊക്കെ അറിയാം, നിങ്ങൾക്കിതെല്ലാം അറിയാം, ഈ കൂടുതൽ അറിയില്ല. നിങ്ങൾക്ക് എല്ലാം അറിയാം, നിങ്ങൾ ഫുള്ള് കിതാബ് മനുഷ്യന്മാരല്ലേ, ഇവരൊക്കെ അങ്ങനെയല്ലല്ലോ. അപ്പൊ നാടന്മാർക്കും തിരണ്ടേ, നമ്മളുണ്ടാളും മാത്രമാണെങ്കിൽ നമ്മൾ വിലയിരുന്ന പോലെ. അപ്പൊ ഈ കൂടെ മനുഷ്യന്മാർക്കും മനസ്സിലാവണല്ലോ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പൊതുവായി പഠിപ്പിച്ചതിനെ പൊതുവായി സ്വീകരിക്കാം. അതിന് നമ്മുടെ വക പ്രത്യേകമായ എണ്ണമോ വണ്ണമോ രീതിയോ നിശ്ചയിച്ചുകൂടാ. അങ്ങനെ നിശ്ചയിക്കുമ്പോൾ അത് ബിദ്അത്തായി മാറി. എന്നാൽ റബീഉൽ അവ്വൽ മാസം അങ്ങനെയാണോ നിങ്ങൾ ആഘോഷിക്കുന്നത്? അല്ല. നേരത്തെ വായിച്ചു, എന്ത്? ലൈലത്തുൽ ഖദ്റിനേക്കാൾ പുണ്യമാണ്, ലൈലത്തുൽ ഖദ്റിനേക്കാൾ പുണ്യമാണ്. ലൈലത്തുൽ ഖദ്ർ ഏതാ? ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ശഹർ. ഖുർആനിൽ ഒരു അധ്യായം സൂറത്ത് തന്നെ ഉണ്ട് ലൈലത്തുൽ ഖദ്റിനെ പറ്റി. അതിനേക്കാൾ പുണ്യമാണെന്ന് പറയുമ്പോൾ ചുരുങ്ങിയത് 2 അധ്യായം ഉണ്ടാവേണ്ടേ? വേണ്ട, ഒന്നെങ്കിലും അതും ഉണ്ടായില്ല. ഒരു ഹദീസ് ഉണ്ടോ? ഇല്ല. മാത്രവുമല്ല 3 ഈദ്, 1 ഈദുൽ ഫിത്ർ, 2 ഈദുൽ അദ്ഹ, 3 ഈദ് മൗലിദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈദുൽ ഫിത്ർ എവിടെ വന്നത്? ഖുർആൻ സൂചിപ്പിച്ചു, ഹദീസിൽ വ്യക്തമായി വന്നു. ഈദുൽ അദ്ഹ ഖുർആൻ സൂചിപ്പിച്ചു, ഹദീസിൽ വ്യക്തമായി പഠിപ്പിക്കപ്പെട്ടു. ഈദ് മൗലിദ് റസൂലില്ല, ഖുർആൻ പറഞ്ഞിട്ടില്ല, ഹദീസിലും വന്നിട്ടില്ല. അവിടെയാണ് വ്യത്യാസം. അപ്പൊ നിങ്ങൾ ചെയ്യുന്ന നബി പഠിപ്പിക്കാത്ത അവിടെ ഞങ്ങൾക്കും ചെയ്തു എന്നാണ് നമ്മൾ രണ്ടൂട്ടം ചെയ്യാൻ പാടില്ല. നബി പഠിപ്പിക്കാത്തത് ചെയ്യാൻ അനുവാദമുള്ള മേഖലയുണ്ട്, അവിടെ ചെയ്യാം. അല്ലാതെ മതത്തിൽ ഒരു പുതിയ ആചാരമുണ്ടാക്കിക്കൊണ്ട് വന്ന് അതിന്റെ വണ്ണവും എണ്ണവും പറഞ്ഞ് അത് ചെയ്യാത്തവൻ പുത്തൻവാദിയാണ് എന്ന് പറഞ്ഞ് അവനെ ആ നിലയ്ക്ക് മാറ്റി നിർത്തുമ്പോൾ അതിന് പ്രമാണം ആവശ്യമാണ് എന്നാണ് സൂചിപ്പിച്ചത്. ഈ ബാക്കി പറയാൻ പറഞ്ഞോളി.